ഡിസ്ക്രിപ്റ്റീവ് പ്രോബ്ലം ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ആരതി took 3 examination in an year. The marks obtained by her in the second and third examinations are more than 5 and 10 respectively than in the first examination. Okay. If her average mark is at least 80, average mark at least 80 ആയാൽ ചോദ്യം, if her average mark is at least 80, find the minimum mark that should get in the first examination. ഫസ്റ്റ് എക്സാമിനേഷനിൽ കിട്ടേണ്ട മിനിമം മാർക്ക് എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എക്സ് ഡിനോട്ട് ദി മാർക്ക് ഓഫ് ആരതി ഇൻ ഫസ്റ്റ് എക്സാമിനേഷൻ. ലെറ്റ് എക്സ് ബി ദ മാർക്ക് ഇൻ first exam. Okay, then the marks in second exam and third exam are, second and third examinations are more than 5 and 10 respectively. അപ്പോൾ മാർക്ക് ഇൻ ഫസ്റ്റ് എക്സാം എക്സ് ആണ്. therefore മാർക്ക് ഇൻ സെക്കൻഡ് എക്സാം അത് എക്സ് പ്ലസ് 5ഉം തേർഡ് എക്സാം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10ഉമാണ്. ഓക്കെ, സോ ദ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് മാർക്ക് ഈസ് അറ്റ്ലീസ്റ്റ് 80 എന്നാണ്. അറ്റ്ലീസ്റ്റ് 80. എന്താണ് അറ്റ്ലീസ്റ്റ് 80 എന്ന് പറയുമ്പോൾ? ഏറ്റവും കുറഞ്ഞത് 80 എന്നാണ്. എന്നുവെച്ചാൽ 80യേക്കാൾ കൂടുതലോ ആയിരിക്കണം. ഓക്കെ, so average is greater than or equal to 80. That is x plus 5 plus x plus 10 by 3 എന്നാണ് ആവറേജ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 എന്ന് കിട്ടും. അപ്പോൾ ഇത് 3x plus 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 240 എന്നാവും. ഓക്കെ, that is 3x greater than or equal to 240 minus 15 എന്ന് കിട്ടും. 3x greater than or equal to 225 എന്ന് കിട്ടും. x greater than or equal to 75 എന്ന് കിട്ടും. ഓക്കെ, so the minimum mark should be 75. ഓക്കെ, നൗ ദി സെക്കൻഡ് വൺ. ഇത് രണ്ടാമത്തത് സോൾവ് ചെയ്യാനായിട്ടാണ്. സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാനായിട്ടാണ്. 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ്. 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ അതിന് നമ്മൾ ആദ്യം 2x പ്ലസ് വൈ ഈക്വൽ ടു 6ൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. എക്സ് വൈ, എക്സ് 0 വൈ 6 എന്നും വൈ 0 എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. ഇവിടെ ഒറിജിൻ കൊടുത്താൽ അറ്റ് ദി ഒറിജിൻ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തത് 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. അപ്പോൾ 3x പ്ലസ് 4y ഈക്വൽ ടു 12ൻ്റെ ഗ്രാഫ് വരച്ചാൽ എക്സ് 0 വൈ 3 വൈ 0 എക്സ് 4. ഇവിടെ ഒറിജിൻ കൊടുത്താലോ അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വിച്ച് ഈസ് ട്രൂ. അപ്പോൾ ആദ്യത്തെ ഫോൾസും രണ്ടാമത്തെ ട്രൂ ആണ്. ഇത് ഗ്രാഫിലേക്ക് കൊടുത്താലോ 0 6ഉം 3 0ഉം ആണ്. 0 6 എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിലെ പോയിന്റ് ആണ് 0 6. ഇവിടെ എക്സ് ആക്സിലെ പോയിന്റ് 3 0 ആണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒറിജിൻ ഉള്ള ഹാഫ് പ്ലെയിൻ ആണോ ഒറിജിൻ ഇല്ലാത്ത ഹാഫ് പ്ലെയിൻ ആണോ നമ്മുടെ റീജിയൻ എന്നറിയാൻ ഇതാണ് 2x പ്ലസ് വൈ ഈക്വൽ ടു 6. ഇവിടെ ഫോൾസ് ആണ്. ഒറിജിൻ കൊടുക്കുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒറിജിനുള്ള സൈഡല്ല, ഒറിജിൻ ഇല്ലാത്ത സൈഡാണ്. ഓക്കെ, രണ്ടാമത്തത് 0 3ഉം 4 0ഉം ആണ്. 0 3 ഇവിടെയാണ്, 4 0 ഇതാണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. 0 3ഉം 4 0ഉം. ഓക്കെ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ
ഇതേതാണ് 3x പ്ലസ് 4y ഈക്വൽ ടു 12 ആണ്. ഇവിടെ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, ഒറിജിൻ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ. അപ്പോൾ എന്തായാലും ഒറിജിൻ ഉള്ള ഹാഫ് പ്ലെയിൻ ആണ്. സോ വാട്ട് ഈസ് ദ കോമൺ റീജിയൻ? കോമൺ റീജിയൻ ഈ റീജിയൻ ആണ്. ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്, ഈ രണ്ട് ലൈൻസിന് ഇടയ്ക്കുള്ള റീജിയൻ ആണ് കോമൺ റീജിയൻ. ഓക്കെ. Solve the system of inequalities. Inequality, solve the inequality. ഒന്നാമത്തെ ഇനീക്വാളിറ്റി ഒരു ഇനീക്വാളിറ്റി ഉള്ളൂ, അതായത് 2 × 2x + 3. അത് ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 4x + 6 എന്നാവും. 4x + 6 - 10 < 6x - 12 എന്നാവും. ഓക്കെ. അപ്പോൾ 4x - 4 < 6x - 12 എന്ന് കിട്ടും. 4x - 6x < -12 + 4 എന്നാവും. ദാറ്റ് ഈസ് -2x < -8 എന്ന് കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ ഇത് ഇനീക്വാളിറ്റി -2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. -8/- 2 4 എന്ന് കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്നാവും. ഓക്കെ. നെക്സ്റ്റ്, ദ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാനായിട്ടാണ്. ആദ്യത്തത് x - 2y < 3 ആണ്. അതിൻ്റെ ടേബിൾ വരച്ചാൽ x 0 ആവുമ്പോൾ വൈയുടെ വാല്യൂ -3/2 എന്നും y 0 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. ഇവിടെ ഒറിജിൻ കൊടുത്താൽ 0 < 3 എന്നാണ്, ട്രൂ ആണ്. ഒറിജിനുള്ള ഹാഫ് പ്ലെയിൻ ആണ്. ഒന്നാമത്തെ അങ്ങനെയാണ്. അടുത്ത രണ്ടാമത്തത് 3x + 4y > 12 എന്നാണ്. അപ്പോൾ അതിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, x 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3ഉം y 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 4ഉം ആണ്. ഇവിടെ ഒറിജിൻ കൊടുത്താൽ അറ്റ് ദി ഒറിജിൻ 0 > 12 ആണ്, ഫോൾസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് ഈ ഗ്രാഫിലേക്ക് കൊടുക്കാം. ആദ്യത്തത് 0 - 3/2. 0യും -3/2 എന്ന് പറഞ്ഞാൽ -1.5 ആണ്. ഇതാണ് 0, -3/2. 0 - 3/2. അടുത്തത് 30, x 0.30. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ. ഇതാണ് ആദ്യത്തത് x - 2y = 3 എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് 0, 3, 4, 0. ഇതിൽ ഒറിജിൻ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കൊണ്ട് ഇത് ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഹാഫ് പ്ലെയിൻ ആണ്. ഇവിടെ x y പോസിറ്റീവ് ആണെന്നുണ്ട്. x, y > 0 ആകുമ്പോൾ നമ്മുടെ ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഹാഫ് പ്ലെയിൻ ഫസ്റ്റ് ക്വാഡ്രന്റിലെ റീജിയൻ മാത്രമാണ്. ഓക്കെ. ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും. അടുത്തത് രണ്ടാമത്തെ ഇനീക്വാളിറ്റി 3x + 4y = 12 ആണ്. അല്ല, 0, 3, 4, 0. 0, 3യും 4, 0യും. ഇതാണ് രണ്ട് പോയിന്റ്. 0, 3, 4, 0. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ 0, 3, അടുത്തത് 4, 0. 3x + 4y = 12. ഇവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, ഫോൾസ് ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് x y > 0 ആണ്. അപ്പോൾ ഈ ക്വാഡ്രന്റ് ഇല്ല, ഇവിടെയാണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ റീജിയൻ. ഏതാണ് റീജിയൻ? ഈ റീജിയൻ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത് മാത്രം, സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോകത്തില്ല. ഇതാണ് റീജിയൻ. ഓക്കെ. സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റി. നെക്സ്റ്റ് വൺ, ഫൈൻഡ് all pairs of consecutive odd natural numbers
both of which are smaller than 10, both of which are smaller than 10, such that their sum is more than 11. Okay. അപ്പോൾ ഒന്നാമത്തെയാണ് കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ലെറ്റ് എക്സ് ബി ദി ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടെണ്ണം എന്ന് പറയുന്നത് ലെറ്റ് എക്സ് കോമ എക്സ് പ്ലസ് 2 ബി ദി കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ. ബോത്ത് ഓഫ് വിച്ച് ആർ സ്മോളർ ദാൻ 10 എന്നാണ്. അപ്പോൾ രണ്ടും 10-നേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ എക്സ് ലെസ് ദാൻ 10 ആയിക്കോളും. ഓക്കെ. എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10 എന്നാണ്. which are smaller than 10 such that their sum is more than 11 എന്നാണ് അല്ലേ. സം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 ഈസ് മോർ ദാൻ 11 ഗ്രേറ്റർ ദാൻ 11, 2x ഗ്രേറ്റർ ദാൻ 11 മൈനസ് 2, ദാറ്റ് ഈസ് 2x ഗ്രേറ്റർ ദാൻ 9, എക്സ് ഗ്രേറ്റർ ദാൻ 9/2, ദാറ്റ് ഈസ് 4.5 അല്ലേ. 4.5-നേക്കാൾ കൂടുതലാണ്. എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10 ആവുമ്പോൾ എക്സ് ലെസ് ദാൻ 2 എന്നും കിട്ടും. ഇവിടുന്ന് എക്സ് ലെസ് ദാൻ 8 എന്ന് കിട്ടും അല്ലേ. ഇവിടെ എക്സ് ലെസ് ദാൻ 8 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 4.5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരും? ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് 5. therefore x is equal to 5, 6, 7 ആണ്. 5, 6, 7. അതിൽ എക്സ് ഓഡ് ആയതുകൊണ്ട് നമുക്ക് ഈ 6 എടുക്കാൻ പറ്റത്തില്ല, 5, 7 മാത്രം. therefore x 5 ആകുമ്പോൾ അടുത്ത ഏതായിരിക്കും? therefore the pairs are ഏതൊക്കെയാണ്? 5, 7 അടുത്തത് 7, 9 ആണ്. 5, 7 and 7, 9. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് വരുന്നു. സിസ്റ്റം ഇല്ല, ഒരെണ്ണം മാത്രം. ഏതാണ്? 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. നമുക്ക് ഈക്വൽ ടു 6ൻ്റെ ഗ്രാഫ് വരച്ചാൽ x 0 ആവും, y 6 ആവും. y 0 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ 0, 6 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. 0, 6 y ആക്സിലെ പോയിന്റാണ്. 3, 0 എന്ന് പറയുന്നത് x ആക്സിലെ പോയിന്റാണ്. ഇപ്പോൾ തമ്മിൽ ജോയിൻ ചെയ്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇത് ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. 2x + y = 6 എന്നാണ്. ഇവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ്? 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6ൽ അറ്റ് ഒറിജിൻ കൊടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ട്രൂ ആണ്. അപ്പോൾ ഇവിടുന്ന് ഒറിജിനിലേക്കാണ് റീജിയൻ വരുന്നത്. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. ഓക്കെ. ഇത് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അരമാർക്ക് കൊടുത്താലും മതി. ഓക്കെ. Next one, solve 3 into 2 minus x greater than or equal to 2 into 1 minus x. That is 6 minus 3x greater than or equal to 2 minus 2x now. That is minus 3x plus 2x greater than or equal to 2 minus 6. Negative x greater than or equal to -4. x less than or equal to -4/-1. 4 എന്ന് കിട്ടും. -1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഓക്കെ. സോ ദാറ്റ് ഈസ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പാർട്ട്. നൗ ദ സെക്കൻഡ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിൽ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ആണ്. ആദ്യത്തത് 2x + y greater than or equal to 4 ആണ്.
നമ്മൾ ഈക്വൽ ടു 4ൻ്റെ ഗ്രാഫ് കൊടുത്തു കഴിയുമ്പോൾ x0 y4ഉം y0 x2 ആണ്. ഇനി ഇവിടെ ഒറിജിൻ കൊടുത്താൽ, ഒറിജിൻ കൊടുക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്, അത് ഫാൾസ് ആണ്. ഒന്നാമത്തെ. ഇനി രണ്ടാമത്തത് x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ്. ടേബിൾ ഫോം ചെയ്യുക. എക്സ് വൈ x0 y3 y0 x3. അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, അത് ട്രൂ ആണ്. ഓക്കെ. മൂന്നാമത്തത് 2x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ടേബിൾ ഫോം ചെയ്യുക. x0 ആകുമ്പോൾ y മൈനസ് 2, y0 ആകുമ്പോൾ x3 ആണ്. ഇവിടെ ഒറിജിൻ കൊടുത്താൽ അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്, ട്രൂ ആണ്. അപ്പോൾ ഒരെണ്ണം ആദ്യത്തെയും അവസാനത്തെയും, ആദ്യത്തെ ഫോൾസ് ആണ്, രണ്ടാമത്തെ ട്രൂ ആണ്, മൂന്നാമത്തത് ട്രൂ ആണ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഗ്രാഫിലേക്ക് കൊടുക്കാം. ആദ്യത്തത് 0 4 then 2 0. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ 0 4ഉം 2 0യും തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 4 ആണ്. അവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, അപ്പോൾ ഇങ്ങോട്ടാണ്. ഓക്കെ. 2x പ്ലസ് വൈ is equal to 4. അടുത്തത് 0 3 3 0. 0 3യും 3 0യും ആണ്. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 0 3 3 0 ജോയിൻ ചെയ്താൽ x പ്ലസ് y is equal to 3 എന്ന് കിട്ടും. ഇവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യും, അപ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ്, ഒറിജിൻ സൈഡിലേക്കാണ്, ഇവിടെ ഇങ്ങോട്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം ആണെങ്കിൽ കോമൺ ആയിട്ട് ഇതിന് രണ്ടിന് ഇടയ്ക്ക് വരും, ഇത് രണ്ടെണ്ണം. ഓക്കെ. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. 0 മൈനസ് 2 ഉണ്ട്. 0 മൈനസ് 2ഉം 3 0യും ആണ്. ഇങ്ങോട്ട് പോകും. 0 മൈനസ് 2 3 0. 2x മൈനസ് 3y ഈക്വൽ ടു 6 എന്നാവും. അവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യും, അപ്പോൾ ഇങ്ങോട്ടാണ്. അപ്പോൾ റീജിയൺ മനസ്സിലായല്ലോ. റീജിയൺ ഇത് കോമൺ ആയിട്ട് വരുന്നത് ഈ ട്രയാങ്കിളിനകത്താണ്, ഈ ഷെയ്ഡഡ് റീജിയൻ ആണ്. സോ ദാറ്റ് ഈസ് ദി കോമൺ റീജിയൻ. ഓക്കെ. Next one, 5x minus 3 less than 3x plus 1. ഒന്നാമത്തത് 5x minus 3 less than 3x plus 1 or 5x minus 3x less than 1 plus 3, 2x less than 4, x less than 2. ഓക്കെ. രണ്ടാമത്തത് സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാനായിട്ടാണ്. ആദ്യത്തെ x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8ഉം 2x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8ഉം x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 റെഫർ ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് next one, Raju obtained 70 and 60 mark in the first two examinations. ആദ്യത്തെ രണ്ട് എക്സാമിനേഷനിൽ 70 60 ആണ്. Find the minimum mark he should get in the third examination to have an average of at least 60 mark. അപ്പോൾ തേർഡ് എക്സാമിനേഷൻ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് x ആയിട്ട് ചൂസ് ചെയ്യാം. Let the x be the mark. Let x be the mark in the third exam. ഓക്കെ. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് അറ്റ്ലീസ്റ്റ് 50 ആയിരിക്കണമെന്നാണ്. അപ്പോൾ ആവറേജ് ഈസ് അറ്റ്ലീസ്റ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്നാണ്. ഓക്കെ. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് മാർക്ക് 70 പ്ലസ് 60 പ്ലസ് എക്സ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആവും. 130 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 മൈനസ് 130 20 എന്ന് കിട്ടും. സോ ദ മിനിമം മാർക്ക് ഈസ് 20.
ഓക്കെ, അടുത്തത് രണ്ടാമത്തെ സോൾവ് ചെയ്യാനായിട്ടാണ് 3x plus y 3x plus 2y less than or equal to 12, x greater than or equal to 1, y greater than or equal to 2 ആണ്. അത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 റെഫർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് 15th one. First one, 5x plus 3 less than 2x plus 7, or 5x minus 2x is less than 7 minus 3, 2x less than 4, x less than 2. ഓക്കെ, ഫസ്റ്റ് പാർട്ടാണ്. ആൻഡ് റിയൽ ലൈനിൽ മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. റിയൽ ലൈനിൽ മാർക്ക് ചെയ്യുന്നതിന് 2, ഇത് 3, ഇത് 4, ഇത് 1, ഇത് 0, 2വിനേക്കാൾ ചെറുതാണെന്നാണ്. അപ്പോൾ 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഇല്ല എന്ന് കാണിക്കാൻ അവിടെ ഒരു ചെറിയ സർക്കിൾ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. നൗ ദി സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതാണ്. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് ഏതാണ് 7x plus 3 less than 5x plus 9, 7x minus 5x is less than 9 minus 3, 2x less than 6, x less than 3. ഓക്കെ, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 5x plus 2y greater than or equal to 8, ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5. Okay, now the 17th one. First part, 10x minus 23 less than 3x plus 5, 10x minus 3x is less than 5 plus 23, 7x less than 28, or x is less than 28 by 7 equal to 4. X is less than 4 എന്ന് കിട്ടും. ഓക്കെ, now the second part. രണ്ടാമത്തെ പാർട്ട് 3x plus 5y less than or equal to 15 എന്നാണ്. ടേബിൾ ഫോം ചെയ്താൽ x 0 ആകുമ്പോൾ y 3, y 0 ആകുമ്പോൾ x 5 ആണ്. ഇവിടെ ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, അത് ട്രൂ ആണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ഈസ് 5x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ടേബിൾ കൊടുത്താൽ x 0 ആകുമ്പോൾ yയുടെ വാല്യൂ 5ഉം y 0 ആകുമ്പോൾ xന്റെ വാല്യൂ 2 ആണ്. ഇവിടെ ഒറിജിൻ കൊടുക്കുമ്പോൾ അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, ട്രൂ ആണ്. ഓക്കെ, പിന്നെ x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രാഫിലേക്ക് മാർക്ക് ചെയ്യാം. ആദ്യത്തെ 0, 3, 5, 0. 0, 3 ആണ്, ഇത് 5, 0 ആണ്. 0, 3, 5, 0. ഇത് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. 3x പ്ലസ് 5y is equal to 15. ഇതിൽ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് റീജിയൻ ഒറിജിൻ സൈഡിലേക്കായിരിക്കും. അടുത്തത് 0, 5ഉം 2, 0ഉം ആണ്. 0, 5ഉം 2, 0ഉം ആണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2, 0. That is 5x plus 2y is equal to 10. ഇവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒറിജിൻ സൈഡിലേക്കാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീജിയൻ ആണ്. ദാറ്റ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ ഇനീക്വാളിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഈസ് 7x plus 3 less than 5x plus 9. First part, 7x plus 3 less than 5x plus 9, or 7x minus 5x is less than 9 minus 3,
2x less than 6, x less than 3. The 3, the 4, 5, 2, 1. 3 ആണ് 3ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്. Okay. Now the second part. First inequality 3x plus 4y less than or equal to 16 ആണ്. Okay. x, y, x 0, y 15 എന്ന് കിട്ടും. y 0 ആവുമ്പോൾ x 20 എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് ഇവിടെ ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്ക്. അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്, ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഒറിജിൻ സൈഡിലേക്കാണ്. രണ്ടാമത്തത് എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. ടേബിൾ ഫോം ചെയ്താൽ പിന്നെ x 0 y 10 ആവും, y 0 x 30 ആവും. ഇവിടെയും ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് ദി ഒറിജിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ട്രൂ ആണ്. പിന്നെ x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇത്രയും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മെഷർമെൻറ്റിന് ഇച്ചിരി ഇതിലെ നമ്പേഴ്സ് എല്ലാം ലാർജർ വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 2468 കൊടുത്താൽ x 10 വരും. 2468 കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻ്റ് എടുക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18. ഇവിടെ അതുപോലെ തന്നെയാണ്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഇവിടെ -2, -4, -6. ഇവിടെ -2, -4, -6, -8. ഇങ്ങനെ മെഷർമെൻറ്റ് കൊടുക്കാം. ഓക്കെ, ആദ്യത്തതിൽ 0, 15 ആണ്. 0, 15 ഇതാ ഇവിടെ വരും. ചില പോയിന്റ് 0, 15 20, 0യും ഇതാണ് 20, 0. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. 0, 15ഉം 20, 0യും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതാണ് x പ്ലസ് 3x പ്ലസ് 4y ഈക്വൽ ടു 60. അവിടെ ഒറിജിൻ സൈഡിലേക്കാണ്, ഇങ്ങോട്ടാണ്. അടുത്തത് 0, 10ഉം 30, 0യുമാണ്. 20, ഇത് 22, 24, 26, 28, 30. 0, 10ഉം 30, 0യുമാണ് ഇവിടുന്ന്. ഇത് x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 30 എന്നാണ്. അവിടെ ഒറിജിൻ സാറ്റിസ്ഫൈയും ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഹാഫ് പ്ലെയിൻ ആണ്. സോ വാട്ട് ഇസ് എ കോമൺ റീജിയൻ? കോമൺ റീജിയൻ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സൊല്യൂഷൻ. നെക്സ്റ്റ്, solve the inequality. First one, x by 3 is greater than x by 2 plus 1 എന്നാവും. ഓക്കെ, അപ്പോൾ x by 3 minus x by 2 is greater than 1. ഇത് 2x minus 3x by 6 is greater than 1. 2x minus 3x നെഗറ്റീവ് x greater than ഈ 6 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 എന്നാവും. അപ്പോൾ x ലെസ് ദാൻ -6 എന്ന് കിട്ടും. ഓക്കെ, എക്സ് ലെസ് ദാൻ -6. ഇനി രണ്ടാമത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ആദ്യത്തത് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 6 എന്നാണ്. അപ്പോൾ അതിന് ടേബിൾ ഫോം ചെയ്താൽ എക്സ് 0 ആകുമ്പോൾ y 6ഉം y 0 ആകുമ്പോൾ x 3 എന്നും ആവും. ഇവിടെ ഒറിജിൻ കൊടുത്താൽ അറ്റ് ദി ഒറിജിൻ 0 ഗ്രേറ്റർ ദാൻ 6 ആണ്, അത് ഫോൾസ് ആണ്. ഇതാണ് ആദ്യത്തെ ഇനീക്വാളിറ്റി. രണ്ടാമത്തത് 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. ഇവിടെ എക്സും വൈയും കൊടുത്താൽ x 0 ആകുമ്പോൾ y 3ഉം y 0 ആകുമ്പോൾ x 4ഉം ആവും. അറ്റ് ദി ഒറിജിൻ കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്, ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഗ്രാഫിലേക്ക് കൊടുത്താൽ ആദ്യത്തത് 0, 6 ആണ്. 0, 6ഉം 3, 0യും ഇതാണ് 0, 6, 3, 0.
that is the straight line. 2x plus y equal to 6. ഇവിടെ ഒരു ഈ ഗ്രേറ്റർ ദാൻ 6 ആയതുകൊണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 6 ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഡോട്ടഡ് ലൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 വരുമ്പോൾ ഫുൾ ലൈൻ വരയ്ക്കാം. ഗ്രേറ്റർ ദാൻ 6 ആവുമ്പോൾ ഈ ലൈനിലെ പോയിന്റ് ഇല്ല എന്ന് കാണിക്കാൻ അതൊരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഗ്രേറ്റർ ദാൻ 6 അല്ലെങ്കിൽ ലെസ് ദാൻ 6 ആണെങ്കിൽ യൂസ് ഡോട്ടഡ് ലൈൻ 2x plus y equal to 6. അടുത്തത് 0340. ഇവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അടുത്തത് 3x 03യും 40 ആണ്. ഇത് 3x plus 4y equal to 12. ഓക്കെ, ആദ്യത്തെ ഡോട്ടൽ ലൈൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇത് ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് എ കോമൺ റീജിയൻ? കോമൺ റീജിയൻ ഈസ് ദ റീജിയൻ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ഈ ഒരു റീജിയൻ ആയിരിക്കും കോമൺ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുക, ബാക്കിയുള്ളതൊന്ന് തനിയെ ചെയ്ത്. ഒരു പ്രോബ്ലമാണ് സാധാരണ ചോദിക്കുന്നത്, ഇതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും പിന്നെ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട്. ആ പ്രോബ്ലം മിസ്സാകാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് മേടിക്കാം. ഓക്കെ, താങ്ക് യു.